ക്രിസ്തുവിൽ സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ തീരുമാനങ്ങളെ മാറ്റുവാൻ പോലും ശക്തിയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ വചനം നമ്മോട് പറഞ്ഞു തരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. സോദോം ഗമോറ പട്ടണം നശിപ്പിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കുവാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് അബ്രാഹത്തെ കാണുന്നത്. അബ്രാഹത്തിൻ്റെ വീട്ടിൽ സ്നേഹത്തിൻ്റെ വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്തേ എന്ന് ഇവർ അബ്രാഹത്തോട് പറയുന്നു. പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് പഴയ നിയമത്തിൽ ഈ മൂന്നാളുകളെ നാം കാണുന്നത്. അപ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താ? സോദോം ഗൊമോറ പട്ടണം നാശത്തിൻ്റെ വക്കില, ആകാശത്തിൽ നിന്നും അഗ്നിയും ഗന്ധകവും ഇറക്കി ഈ പട്ടണത്തെ നശിപ്പിക്കാൻ പോവുക. അപ്പം അബ്രാഹത്തിന് വല്ലാത്ത പ്രയാസമായി, സങ്കടമായി. കാരണം എന്താ? തൻ്റെ സഹോദരൻ ലോത്ത് ഈ പറയുന്ന പട്ടണത്തിലാണ് കഴിയുന്നത്. സഹോദരനെ കുറിച്ചുള്ള ആദിയ പിന്നെ അബ്രാഹത്തിനുള്ളത്. നമുക്കൊക്കെ വേണം കൂടപ്പിറപ്പുകളെ കുറിച്ചുള്ള ഒരു ആദി വ്യതയൊക്കെ നമ്മുടെ മനസ്സിലുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രാർത്ഥനയുടെ ദിവസത്തിൽ നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഓർത്ത് നോക്കിയേ, ശരിക്കും പറഞ്ഞില്ല, ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ വരും. എന്നാൽ നമ്മളുടെ കൂടപ്പിറപ്പുകളെ പലപ്പോഴും കലിപ്പിലായിരിക്കും. ചില വീടുകളിലൊക്കെ കൂടപ്പിറപ്പുകൾ തമ്മിൽ മിണ്ടിയിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. പിന്നെ എങ്ങനെ പ്രാർത്ഥിക്കണേ? പക്ഷെ ഇവിടെ നോക്കി അബ്രാഹത്തിൻ്റെ ഒരു മനസ്സ്. കാരണം ഈ ലോത്തെന്ന് പറയുന്ന സഹോദരൻ തനിക്ക് അവകാശപ്പെട്ടത് അടിച്ചുകൊണ്ട് പോയ മനുഷ്യനാ. അതും ഓർക്കണം. കാരണം ലോത്തിൻ്റെയും അബ്രാഹത്തിൻ്റെയും ഇങ്ങനെ സമൃദ്ധിയുടെ നാളുകളിൽ അവരുടെ ഇടയന്മാർ തമ്മിൽ ശണ്ട കൂടിയപ്പോൾ അബ്രാഹത്തിന് മനസ്സിലായി, ഇനി ഒരുമിച്ച് പോയാൽ പ്രശ്നമാണ്. നമ്മളുടെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ അമ്മമാർ പറയില്ലേ മൂത്തവനോട്, മോനെ വേറൊരു വീട് വെച്ച് മാറണം. കാരണം എന്താ? അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാകും. സ്വാഭാവികമായ കാര്യം. ഇതേ പ്രശ്നം എവിടെ ഉണ്ടായി? അബ്രാഹത്തിൻ്റെയും ലോത്തിൻ്റെയും വീട്ടിലുണ്ടായി. കാരണം ഈ ചേട്ടനും അനിയനും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അവരുടെ ആ സമൃദ്ധിയുടെ നാളുകളിൽ ഇവരുടെ ചേട്ടനും അനിയനും തമ്മിലല്ലെങ്കിലും അവിടെ പണിയാളുകളും ഇടയന്മാരൊക്കെ തമ്മിൽ ശണ്ടയായി, പ്രശ്നമായി. ഈ ഒരു സമയത്ത് അബ്രാഹം അനുജൻ ലോത്തിനെ വിളിച്ചിട്ട് പറയുന്നു, ദൈവം നമുക്ക് ഒത്തിരി സമൃദ്ധി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം പറ, നിനക്ക് ഏത് സ്ഥലം വേണം? ഈ കാണുന്ന സമൃദ്ധിയുടെ സോദോം ഗമോറ വേണമെന്ന് വെച്ചാൽ രണ്ട് വശങ്ങളും പറയാണ്. ഇവിടെ നിന്നിട്ട് ഈ വശം വേണോ, ഈ വശം വേണോ? അപ്പോൾ ലോത്ത് നോക്കുമ്പോൾ ഇപ്പുറത്തുള്ള സ്ഥലം ഏതാണ്? മനസ്സിലായോ? സമൃദ്ധിയുടെ സോദോം ഗമോറ പട്ടണമാണ്. ഇപ്പുറത്ത് കാണുന്നത് ഏതാണ്? ഊഷര ഭൂമിയാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തോട്ട് പിന്നീട് മാറിയ കാനാൻ ദേശമാണ്. ഇപ്പുറത്ത് അവിടെ ഒരു പച്ചപ്പുമില്ല, ഒരു സമൃദ്ധിയും ഇല്ല. അനുജൻ പറഞ്ഞ് ചേട്ടനോട്, ചേട്ടാ എനിക്ക് ഈ വശം മതി. ഏത്? സമൃദ്ധിയുടെ പച്ചപ്പുള്ള അവിടെ നദികളുള്ള സോദോം ഗമോറ പട്ടണം മതി. ഏത് ചേട്ടനാണെങ്കിലും സമ്മതിക്കും. ഒന്ന് ഓർത്ത് നോക്കിയേ, തനിക്ക് ഒരാൾക്കും വേണ്ടാത്തത് പാഴായി കിടക്കുന്ന സാധനം എന്നിട്ട് അനുജൻ ബാക്കിയൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റൂല. ചേട്ടൻ പറയും, നീ അനിയനാണ്, നീ ഇവിടെ പോയാൽ മതി എന്നൊരു ചേട്ടൻ വേണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടു. പക്ഷെ ഇവിടെ ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ അനുജൻ പറഞ്ഞതുപോലെ അനുജനെ ഈ സമൃദ്ധിയുടെ ആ പ്രദേശത്തേക്ക് ഇങ്ങനെ ചേട്ടനെ ആശീർവദിച്ച് വിടണേ. എന്നിട്ട് ഒന്നുമില്ലാത്ത ഈ ഉഷരഭൂമിയായ കാനാൻ പ്രദേശത്തേക്ക് അബ്രാഹം പോവുക. പിന്നെ അവിടെ കൃഷി ചെയ്തൊക്കെയാണ് അബ്രാഹം അത് സമൃദ്ധിയുടെ തേനും പാലും ഒഴുക്കുന്ന കാനാൻ ദേശമൊക്കെ ആയിട്ട് മാറ്റുന്നത്.
അപ്പോൾ അബ്രാഹത്തിന്റെ മനസ്സിന്റെ ആദ്യം എന്താ? ദൈവം നശിപ്പിക്കാൻ പോണ ഈ സോദോം ഗമോറ പട്ടണത്തിലാണ് തൻ്റെ അനുജൻ, തൻ്റെ കൂടപ്പുറപ്പ് താമസിക്കണേ. പിന്നെ അവന് ഉറക്കമുണ്ടാകോ? സ്വസ്ഥത ഉണ്ടാകോ? അവൻ അബ്രാഹം കർത്താവിൻ്റെ മുമ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. എന്താ പറയണ? അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ കർത്താവേ, ദൈവമേ, നീ ആ പട്ടണത്തെ നശിപ്പിക്കും എന്ന് ഓർത്ത് നോക്കിയേ. അവിടെ തുടങ്ങുകയാണ്, നിർത്തണില്ല. അപ്പോൾ അവനറിയാം 50 പേരില്ലെങ്കിൽ ആ കൂട്ടത്തിൽ എൻ്റെ അനിയനും പോയാലാ. പിന്നെയും പറയുന്നതാണ് അവിടെ 45, 40, 30, 20 എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അടുക്കൽ ഒരു ചങ്ങാതിയോട് എന്നതുപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിര്. അവസാനം ഒരു പ്രാവശ്യം കൂടിയിട്ട് നമ്മൾ പറയില്ലേ, ലാസ്റ്റ് ഒരു പ്രാവശ്യം കൂടി അവിടെ 10 പേരെ ഉള്ളെങ്കിൽ ആ 10 പേരെ ഓർത്ത് ആ പട്ടണം നശിപ്പിക്കാതിരിക്കും. അപ്പോഴും ദൈവം പറയണ എന്താ? ആ 10 നീതിമാന്മാരെ ഓർത്ത് സോദോം ഗൊമോറ പട്ടണത്തെ നാം നശിപ്പിക്കില്ല. പക്ഷേ 10 പേരെ കണ്ടെത്താൻ ദൈവത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ ദൈവത്തിന് മനസ്സിൽ ഈ ചോദിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടിയാ? സഹോദരൻ ലോത്തിന് വേണ്ടിയാ. അപ്പോൾ അബ്രാഹത്തോട് ദൈവം പറയുക, നീ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിന്റെ സഹോദരൻ ലോത്തിനെയും ലോത്തിൻ്റെ ഭാര്യയെയും 2 മക്കളെയും ഞാൻ രക്ഷപ്പെടുത്തിയിട്ട് ഈ പട്ടണം നശിപ്പിക്കുള്ളൂ. അവർ ഓടിക്കോളാൻ പറഞ്ഞു ഈ പട്ടണം വിട്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, മധ്യസ്ഥ പ്രാർത്ഥനയുടെ കരുത്ത നമ്മളിവിടെ കാണുന്നത്. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് എത്ര ദൂരെയുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടും എന്നുള്ള ഗ്യാരണ്ടിയാണ്. ലോത്ത് സോദോം ഗൊമോറ പട്ടണത്തിൽ കിടക്കുന്നത്, അബ്രാഹാം ഇവിടെ തൻ്റെ സഹോദരന് വേണ്ടി ദൈവത്തോട് യാചിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് സഹോദരനെ രക്ഷിക്കാൻ ആർക്ക് കഴിഞ്ഞ്? അബ്രാഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി, കരുത്ത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ചിട്ട് അത് കുറച്ചും കൂടി മനസ്സിലാക്കി തരാൻ ഒരു കഥ കണക്കെ ഒരു കാര്യം പറയുന്നില്ലേ? രാത്രിയിൽ എൻ്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വരിക, അവന് കൊടുക്കാൻ എൻ്റെ കൈവശം ഒന്നുമില്ല, നിസ്സഹായന. ഈ രാത്രിയിൽ വരിക എന്ന് പറയുന്ന അർത്ഥം അത് പാലസ്തീൻ എന്ന ചുട്ടുപൊള്ളുന്ന സ്ഥലം. പകൽ യാത്രകൾ അവിടെ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ടാകുമ്പോഴാണ് യാത്രകൾ നടത്തുന്നത് ദൂര സ്ഥലങ്ങളിലേക്ക്. അതുകൊണ്ട് രാത്രികളിലായിരിക്കാം എവിടെയെങ്കിലുമൊക്കെ ഇത്തിരി നേരം ഒന്ന് ഭക്ഷണത്തിനോ വിശ്രമത്തിനോ ആയിട്ട് ചങ്ങാതിമാരുടെ വീടുകളിലേക്ക് വരും. അപ്രകാരമുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഈ മനുഷ്യൻ ഈ ചങ്ങാതിയുടെ വീട്ടിൽ കയറണം. പക്ഷേ ഈ രാത്രി ഒന്നും കഴിക്കാതെ നടന്ന് അലഞ്ഞു വന്നിരിക്കുന്ന മനുഷ്യന് ചങ്ങാതിക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല. കയ്യിലൊന്നും ഇല്ലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഉള്ളവനെ നമുക്കറിയാമെങ്കിൽ എവിടേക്ക് പോകും? ഉള്ളവൻ്റെ അടുത്തേക്ക് പോകും. അതാ ഇവിടെ വചനം പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനയാ. എൻ്റെ ചങ്ങാതിക്ക് വേണ്ടി ഉള്ളവൻ്റെ അടുക്കൽ ഞാൻ മധ്യസ്ഥം പറയുക. എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, കൊടുക്കാൻ എൻ്റെ കൈവശം ഒന്നുമില്ല. അതുകൊണ്ട് അകത്ത് നിന്നുള്ള മറുപടി എന്താ? വാതിലടച്ചു കഴിഞ്ഞ് നോ എൻട്രി, ഇനി തുറക്കൂല. എന്നിട്ടും നിരന്തരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യും? സ്നേഹിതനാണെന്നൊന്നും പരിഗണിച്ചില്ലെങ്കിൽ പോലും വാതിൽ തുറന്ന് നിന്റെ ആവശ്യം അവൻ സാധിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ പറയുക. നീ നിന്റെ സഹോദരന് വേണ്ടി ഇപ്പുറത്ത് ഉള്ളവൻ ആരാ? അത് ദൈവമാ. ആ ദൈവത്തിൻ്റെ അടുക്കൽ നീ ചെന്ന് എന്തു പ്രാർത്ഥിച്ചാലും അത് സാധിച്ചു തരാൻ പറ്റാത്തതാണെങ്കിൽ പോലും നിന്റെ സ്നേഹിതനോടുള്ള ആ ഒരു ചങ്ങാത്തം, സ്നേഹം കണ്ടിട്ട് ഉള്ളവൻ ദൈവം നിനക്ക് തന്നിരിക്കും എന്നൊരു ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവമാണ് പിന്നീട് പറയുന്നത്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെ ചോദിക്കണം? കിട്ടുമെന്ന ഉറപ്പോടുകൂടെ ചോദിക്കണം. നമ്മൾ ചോദിക്കും പ്രാർത്ഥനയിൽ, പക്ഷേ നമുക്ക് തന്നെ ഒരു ഉറപ്പില്ല, കിട്ടുമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. എന്നിട്ടാണ് നമ്മൾ ചോദിക്കണേ. പിന്നെ എങ്ങനെ തരും? നീ ചോദിക്കുമ്പോൾ നിനക്കുറപ്പ് വേണം. നീ അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ തമ്മലൻ ചാപ്പൽ പൊളിച്ചു പണിയുന്നതിന് മുമ്പേ പറഞ്ഞില്ലേ, 60 ദിവസം കൊണ്ട് ആ പള്ളിയുടെ ആശീർവാദം എൻ്റെ കർത്താവ് നടത്തി തരും. ആ വിശ്വാസത്തോട് നീ ചോദിക്കണം. ചോദിച്ചാൽ മനുഷ്യർക്ക് അസാധ്യമായത്
ദൈവം സാധിച്ച് തന്നിരിക്കും. 30 ദിവസം കൊണ്ട് ഈ പാരിഷ് ഹോള് പുനർനിർമ്മിച്ചില്ലേ? അസാധ്യമായതാ. പക്ഷെ തമ്പുരാന്റെ സന്നിധിയിൽ നിയോഗം വെച്ച് ലഭിക്കുമെന്ന ഉറപ്പോടെ നീ ചോദിക്കുന്നത് എന്തും നിന്റെ ദൈവം നിനക്ക് തന്നിരിക്കും. അത് ഗ്യാരണ്ടി. പക്ഷെ എങ്ങനെ ചോദിക്കണം? കിട്ടുമെന്നുള്ള ഉറപ്പ് വേണം. സംശയിച്ചുകൊണ്ട് ചോദിച്ചാൽ കിട്ടൂല എൻ്റെ മക്കളെ. അതുകൊണ്ട് ലഭിക്കും. എൻ്റെ അപ്പനാണ്. കാരണം ആരാ? ഞാൻ ചോദിക്കുന്നത് ആരുടെ അടുത്താ? എൻ്റെ അപ്പൻ്റെ അടുത്താ. ഒരപ്പൻ്റെ അടുത്ത് മക്കൾക്കുള്ള അവകാശത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, നിർബന്ധത്തോടെ ചോദിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റണം. രണ്ടാമത് പറയുന്ന അന്വേഷിക്കുവിൻ കണ്ടെത്തും. അന്വേഷിക്കണം. എവിടെയാ? അവൻ ഉള്ളിടത്ത്. എവിടെയെങ്കിലും പോയി അലഞ്ഞിട്ട് അന്വേഷിച്ചിട്ട് കാര്യമുണ്ട്? നീ നിന്റെ ദൈവത്തെ അന്വേഷിക്കേണ്ടത് എവിടെയാ? നിന്റെ ഹൃദയത്തിലും അനുഗ്രഹത്തിന്റെ ദൈവാലയത്തിലും. പരിശുദ്ധ മറിയ ഔസേ പിതാവ് നഷ്ടപ്പെട്ടു പോയ യേശുവിനെ അന്വേഷിച്ചിറങ്ങി. അവൻ എവിടെ കണ്ടെത്തി? ദൈവാലയത്തിൽ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അത് വെറുതെ വായിച്ചു പോകേണ്ടതല്ല. നിന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും കഷ്ടപ്പാടുകളെയും നാളുകളിൽ നീ അന്വേഷിച്ച് നിന്റെ കർത്താവിനെ തേടി നിന്റെ ദൈവാലയത്തിൽ വന്നൊന്നിരിക്കാൻ പറ്റിയാൽ നീ അന്വേഷിക്കുന്നത് നീ കണ്ടെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ടല്ലേ പാപിനിയെന്ന് മുദ്ര കുത്തപ്പെട്ടവൾ അവൾ അന്വേഷിച്ചത് ആരെയാ? എൻ്റെ കർത്താവിനെ ആരോ കൊണ്ടുപോയി. എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. നിങ്ങൾ എന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കർത്താവിനെ അന്വേഷിച്ചിട്ടുണ്ട്? നമ്മളുടെ അന്വേഷണങ്ങളൊക്കെ വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് കിട്ടേണ്ടവനെ കിട്ടാത്തത്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ അവനോടൊപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടും. ഗ്യാരണ്ടിയാ എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അന്വേഷിക്കണ ആരെയാ? ജീവിതത്തിൽ നിറങ്ങിപ്പോയ, കൈവിട്ടുപോയ കർത്താവിനെ കണ്ടെത്താൻ വേണ്ടി നീ അന്വേഷിക്കണം. പിന്നെ പറയുന്നത് മുട്ടുവീൻ തുറക്കപ്പെടും. പ്രാർത്ഥന ദൈവസന്നിധിയിലുള്ള മുട്ടി വിളിക്കല. പക്ഷെ നമ്മളൊക്കെ വാതിൽക്കൽ വന്ന് മുട്ടുന്നുണ്ട്. മുട്ടാത്ത മനുഷ്യരൊന്നുമില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? കാത്തിരിക്കാൻ മനസ്സില്ല. അതാ പ്രശ്നം. മുട്ടുക എന്നുള്ളത് നിന്റെ അവകാശമാണ് എങ്കിൽ വാതിൽ തുറക്കുക എന്നുള്ളത് അകത്തിരിക്കുന്നവൻ്റെ ഇഷ്ടമാണ്. എപ്പോൾ തുറക്കണമെന്നുള്ളത്. ഞാൻ മുട്ടുമ്പോൾ തന്നെ തുറക്കാൻ അത്ര എളുപ്പത്തിൽ തുറക്കണമെന്നില്ല. അത് അകത്തിരിക്കുന്നവന് നിന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴമനുസരിച്ച് ചിലപ്പോൾ വേഗത്തിൽ തുറക്കും, ചിലപ്പോൾ വേണമെങ്കിൽ ഇത്തിരി വൈകി തുറക്കും. കുറച്ചു നേരം കരുതും, കുറച്ചു നേരം ഒന്ന് മുട്ടട്ടെ എന്ന് കരുതും. ഇതൊക്കെ ഇതിൻ്റെ രീതിയാണ്. ഇപ്പം നമുക്കതിന് ചില ഫോണുകളൊക്കെ വരുമ്പോൾ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അപ്പം തന്നെ എടുക്കും. അതല്ലെങ്കിൽ അതിനെക്കാട്ടി വേറെ പണി ചെയ്യണമെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നിട്ട് വിളിക്കുക, എടുക്കുക. ഇല്ലേ? സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അത് എന്തിൻ്റെ പേരിലാണ് നമുക്ക് വരുന്നൊരു ഫോൺ കോൾ നമ്മൾ വേഗത്തിലോ വൈകിയോ എടുക്കുന്നത്? ആരാണ് വിളിക്കുന്നത് എന്നതിനെ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത്, ഉറപ്പായിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുമ്പോൾ പുറത്ത് നിന്ന് മുട്ടുന്നവൻ വിളിക്കുന്നവൻ ആരാണെന്ന് അകത്തുള്ളവൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വേഗത്തിൽ തുറക്കും. അതല്ലെങ്കിൽ കുറച്ച് നേരം നിന്ന് മുട്ടട്ടെ എന്നിട്ട് തുറക്കുക. പക്ഷെ നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? ഒരു പ്രാവശ്യം മുട്ടും, 2 പ്രാവശ്യം മുട്ടും, അതിനുശേഷം തുറക്കണില്ലെന്നും പറഞ്ഞ് നമ്മുടെ വഴിക്ക് പോകും. അപ്പോഴായിരിക്കും അകത്തുള്ളവൻ വന്ന് വാതിൽ തുറക്കണത്. പുറത്ത് ആരെയും കാണൂല, വാതിലടച്ച് അവൻ പോവും. പിന്നെയും വന്ന് നമ്മ മുട്ടും. ഇതാണ് നമുക്ക് പറ്റണത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പ്രാർത്ഥനയിൽ നിങ്ങൾ തുടർച്ചയായി നിർത്താതെ പ്രാർത്ഥിക്കുക എന്ന് കർത്താവ് വചനത്തിൽ പറയുന്നതിൻ്റെ കാര്യം എന്താ? കിട്ടുന്നത് വരെ, തുറക്കപ്പെടുന്നത് വരെ മുട്ടി വിളിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയണം. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് തമ്പുരാൻ നമ്മോട് പറയുമ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കർത്താവിനെ കണ്ടിട്ടാണ് ശിഷ്യന്മാർ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ഇന്ന് ഗ്രാൻഡ് പാരൻസിൻ്റെ ഡേ ആയിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ശരിക്കും പ്രാർത്ഥിക്കാൻ പഠിച്ചത് ആരെ കണ്ടിട്ടാണ്? നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ നമ്മെ ഒക്കത്ത് വെച്ചും മുട്ടിന്മേൽ നിർത്തിയൊക്കെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. അതിനവർ ചെയ്തെന്താ? അവർ നമുക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയായിരുന്നു. ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കൈകൂപ്പി
ഒരു ചങ്ങാതിയോട് എന്നതുപോലെ കുശലങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചവരാ നമ്മൾ ഓരോരുത്തരും. ജപമാല പ്രാർത്ഥന ചെല്ലുമ്പോൾ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് ആരും പറഞ്ഞിട്ടല്ല നമ്മൾ പഠിച്ചത്. മറിച്ച് നമ്മളുടെ അപ്പൂപ്പനും അമ്മയൊക്കെ അപ്രകാരം പ്രാർത്ഥിച്ചത് കണ്ടിട്ട് പേരക്കുട്ടികളൊക്കെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പ്രാർത്ഥന നമ്മൾ പഠിച്ചത് നമ്മളുടെ അപ്പൂപ്പനും അമ്മമ്മയും കണ്ടിട്ടാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കളും പേരക്കുട്ടികളും നമ്മെ കണ്ട് പഠിക്കുന്നത് എന്താണ്? എങ്ങനെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക എന്നായിരിക്കും പഠിക്കണത്, ഇല്ലേ? പ്രാർത്ഥനയുടെ സമയത്ത് പോലും ഫോൺ വന്നാൽ പ്രാർത്ഥന നിർത്തിയിട്ട് മൊബൈൽ ഫോണും കൊണ്ട് പുറത്തോട്ട് പോകണം എന്ന് നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മക്കളെ പഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഇല്ല. അറ്റ്ലീസ്റ്റ് പ്രാർത്ഥനയുടെ സമയത്തെങ്കിലും മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റട്ടെ. അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ ഞാൻ പറയണില്ല. കാരണം പ്രാർത്ഥനയുടെ സമയത്ത് പോലും നമുക്കൊരു ഫോൺ വന്നാൽ നമ്മൾ അതെടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? പ്രാർത്ഥനയെ കാട്ടി ദൈവത്തെ കാട്ടി വലുതാണെന്ത്? മൊബൈൽ ഫോൺ. നമ്മൾ ഒരാളെ കാണാൻ ചെല്ലുന്നു, പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനത്തിലിരിക്കുന്ന ഒരാളെ കാണാൻ ചെല്ലുന്നു. ആ സമയത്ത് ഫോൺ അടിച്ചാലും നമ്മൾ എടുക്കോ? ഇല്ല. കാരണം എന്താ? മുമ്പിലിരിക്കുന്ന ആളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ തമ്പുരാനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തൊടോ? ഫോൺ തൊടില്ല. അപ്പോഴും നമ്മളിത് എടുക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ആചാരം മാത്രമാണ്. അപ്പം ചടങ്ങും ആചാരങ്ങളുമായി മാറിപ്പോയ നമ്മുടെ പ്രാർത്ഥനകൾ അത് കരിന്തിരികളായി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീകങ്ങൾ തന്നെയാണ്. നിറദീപങ്ങളായി നമ്മുടെ കുടുംബം മാറണമെങ്കിൽ പ്രാർത്ഥനയുടെ തിരുവട്ടം ഒന്നുകൂടെ നമുക്ക് കത്തിക്കാം. അതിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമുക്ക് കൊടുക്കാം. അത് പറഞ്ഞല്ല, നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട് നമ്മുടെ മക്കൾ തിരിച്ചറിയട്ടെ. കൊച്ചു ത്രേസ്യ പറയുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ അപ്പൻ്റെ മുഖത്ത് നിന്നുമാണെന്ന്. ഇപ്രകാരം നിങ്ങളുടെ മുഖത്ത് നിന്നും പ്രാർത്ഥനയുടെ നന്മയുടെ വഴികൾ നമ്മുടെ മക്കളും പേരക്കുട്ടികളും പഠിക്കട്ടെ.